ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം വീട്ടിൽ വിരുന്നുകാർ വന്നാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 10 മിനിറ്റുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന പഴംപൊരിയുടെ റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു തിക്ക് രൂപത്തിലുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓയിലിലാണ് ഇത് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായി കിട്ടണം. ചൂടായതിന് ശേഷം വേണം ഓരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് പൊരിക്കാവുന്നതാണ്. ഈ മാവ് ക്രിസ്പിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്രിസ്പിനെസ് ഇഷ്ടമുള്ളവർക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നല്ല സോഫ്റ്റുള്ള പഴംപൊരിയായിരിക്കും. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കാം. പഴംപൊരി എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ടായിരിക്കും. കോഴിമുട്ട ചേർത്തും പഴംപൊരി തയ്യാറാക്കാവുന്നതാണ്. മുമ്പ് ഞാൻ പഴംപൊരിയുടെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചോറ് ചേർത്തുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണത്. അത് കാണാത്തവർ അതും പോയി കാണുക. വളരെ പെർഫെക്റ്റായിട്ട് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് അത്. ഇനി 2 സൈഡും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ പഴംപൊരി നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കുമ്പോഴായിരിക്കും പഴംപൊരി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. വളരെ പെട്ടെന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണിത്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചും പഴംപൊരി തയ്യാറാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റായിരിക്കും മൈദപ്പൊടിയിൽ തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ പഴംപൊരി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.